നാടിനെ വേദനയിലാഴ്ത്തിയ അതോടൊപ്പം ഞെട്ടിപ്പിക്കൽ വിധേയമാക്കിയ ഡോക്ടർ വന്ദന കൊലപാതകത്തിന് മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ, നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചത്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്ത്. പ്രതി ആശുപത്രിയിലേക്ക് എത്തുന്നതും നേരത്തെ തന്നെ ബിനുവിൻ്റെ മൊഴിയും പുറത്തെത്തിയിരുന്നു. അസാധാരണമായ പെരുമാറ്റം, പരസ്പര വിരുദ്ധമായ സംസാരം, കുഴപ്പമാണ് എന്ന് തോന്നുന്ന തരത്തിൽ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അഥവാ മയക്കുമരുന്നിന് വിധേയനായ ഒരാൾ കാണിക്കുന്നത് പോലെയുള്ള പെരുമാറ്റം എന്ന് സൂചിപ്പിക്കാവുന്ന അസാധാരണമായ പെരുമാറ്റമാണ് ഉണ്ടായത്. പോലീസ് ആ ഘട്ടത്തിൽ ഒന്നും ജാഗ്രത പാലിച്ചില്ല. അത് പോലീസിൻ്റെ ജാഗ്രതക്കുറവ് അവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ബിനുവിൻ്റെ മൊഴിയുടെ മറുമൊഴിയായി പുറത്തെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള CCTV ദൃശ്യങ്ങളും നിർണായകമാണ്. പരിക്കേറ്റ ബിനു പരിക്കേറ്റ പ്രതി സന്ദീപ് ആശുപത്രിക്കുള്ളിലേക്ക് നടന്നു പോവുകയും ഒരാളുടെ മാത്രം സഹായത്താലാണ് നടന്നു പോകുന്നത്. അവിടേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കൂടെയുള്ള പോലീസുകാരൊക്കെ മാറി നിൽക്കുകയാണ്. പോലീസ് പ്രതിക്കൊപ്പമില്ല. പ്രതിയുടെ അസാധാരണമായ പെരുമാറ്റമൊക്കെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിനുശേഷമാണ് പ്രതിയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതും അയാളെ ശുശ്രൂഷിക്കുന്നതിനിടെ അയാൾ വയലൻ്റായി ഡോക്ടറെ കുത്തിക്കൊല്ലുന്നതിലേക്കും നിരവധി പേരെ കുത്തേൽപ്പിക്കുന്നതിലേക്കും ഒക്കെ പോയത്. അതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആശുപത്രി ജീവനക്കാരനുമായി സംസാരിക്കുന്നതിൻ്റെ, അഥവാ ഒരുപക്ഷെ പ്രതിയുടെ തന്നെ ബന്ധുവുമായി സംസാരിക്കുന്നതിൻ്റെ ഒക്കെ CCTV ദൃശ്യങ്ങൾ. ഇതിൻ്റെ വിവരങ്ങളുമായി ഒപ്പം ബിനോയ്, ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ബിനോയ്, ഈ CCTV ദൃശ്യങ്ങൾ എപ്പോഴുള്ളതാണ്? കൊലപാതകത്തിന് തൊട്ട് മുമ്പുള്ളതാണോ? പ്രതിയുടെ എന്തൊക്കെ അസാധാരണമായ സ്വഭാവങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്? ബിനോയ്, കേൾക്കാമോ ബിനോയ്? അതായത് ഈ CCTV ദൃശ്യങ്ങൾ ഇത് എപ്പോഴുള്ളതാണ്? ഈ ഡോക്ടറെ കുത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണല്ലേ? എവിടെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്? അജിംഷാദ്, അതെ, അതായത് കഴിഞ്ഞ ദിവസം വെളുപ്പിന് 4 മണിക്കുള്ള ദൃശ്യങ്ങളാണ് ഇത്. അതായത് ഇയാൾ വീടിന്റെ സമീപത്ത് വെച്ച് ബഹളം വെച്ച് പോലീസിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ബന്ധുക്കളുടെ സഹായത്തോടു കൂടി സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ കാലിലെ മുറിവ് വെച്ച് കെട്ടുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഇയാളുടെ കാല് വലിച്ചിഴച്ച് നടക്കുന്ന, അല്ലെങ്കിൽ മുടന്തി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴേക്കും ആ സമയത്ത് വളരെ നിശബ്ദനായിട്ടാണ് അയാൾ അകത്തേക്ക് നടന്നു പോകുന്നതും. നമ്മളിപ്പോ കാണുന്നത് ഈ ദൃശ്യങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഈ ദൃശ്യങ്ങൾ മോണിറ്ററിലിട്ട് കണ്ടതിന് ശേഷം തങ്ങളിൽ ഓരോ കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. അതായത് ഇയാൾ ആൽക്കഹോളിക് സിൻഡ്രം ആണ്, അല്ലെങ്കിൽ ശരിക്കും ആൽക്കഹോളിക് ആണ് എന്ന് പറയുന്നതാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. കാരണം ഇയാൾ നന്നായി മദ്യം കഴിക്കുമായിരുന്നു. പക്ഷേ ആ മദ്യം കഴിക്കുന്നതിന്റെ ഒരു ഇടപാടും അല്ലെങ്കിൽ ഒരു ഇതും ഒരു സൂചനകളും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബിനു, ഇയാൾ മദ്യപിക്കുന്ന ആളായിരുന്നു, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾ, ഇയാൾ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു എന്നുള്ളതാണ്. അതായത് മദ്യവിമുക്തിയായി ചികിത്സയിൽ സ്വാഭാവികമായും അതിൻ്റെ ചില ഈ വിഡ്രോവൽ സിംറ്റംസും അനുരണനങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഈ പ്രതിയിൽ ഉള്ളതായിട്ട് കാണപ്പെട്ടിരുന്നു. ഇവിടെ ഈ ബിനോയ് ഈ സന്ദീപിനെ കൊണ്ടുപോകുമ്പോൾ, പ്രതിയെ കൊണ്ടുപോകുമ്പോൾ അതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണെന്ന് ബിനോയ് പറഞ്ഞു. അവിടെ പോലീസുകാർ മാറി നിൽക്കുന്നുണ്ട്. അവരിത് ഈ പ്രതിയുമായി എത്തിയ പോലീസുകാരാണോ, അതോ ഇയാൾക്കൊപ്പമുള്ള ബന്ധു മാത്രമാണോ അവിടെയുള്ളത്? അതെ, 2 പോലീസുകാരാണുള്ളത്. ഒന്ന് ഒരു SIയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഹോം ഗാർഡുമാണ്. പിന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ആള് ഇയാളുടെ അടുത്ത ബന്ധുവാണ്. ഈ ബന്ധു ഇയാളെ പിടിച്ച് ആശുപത്രിക്ക് അകത്തേക്ക് കൊണ്ടുപോയി ഡ്രസ്സിംഗ് റൂമിൽ എത്തിച്ച് കാല് പരിശോധിച്ചതിന് ശേഷം എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് എക്സ്റേ മുറിയിലേക്ക് പോകുമ്പോഴേക്കുമായിരുന്നു കൊടുന്നനെ ആക്രമണകാരിയെ മാറുന്നത്. ആദ്യം ഇയാളുടെ ബന്ധുവായ ബിനുവിനെയും തൊട്ടു പിന്നാലെ ഹോംഗാർഡിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് ഇത്രയും ആക്രമണകാരിയാകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇതിനകത്ത് വിഡ്രോവൽ സിൻഡ്രത്തിന്റെ സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇയാൾ നേരത്തെ തന്നെ നന്നായി മദ്യപിച്ചിരുന്ന ആളാണ്. ഇയാൾ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ഇപ്പം നാട്ടിൽ വന്നത്. ഇയാൾക്കെതിരെ നേരത്തെ ക്രിമിനൽ കേസോ ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നും തന്നെ ഇല്ല. ഇയാളൊരു നിരന്തര മദ്യപാനിയായിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, നേരത്തെ ബിനു പറഞ്ഞതും ഈ ദൃശ്യങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും കാണുന്നത്. കാരണം ബിനു പറഞ്ഞത് ഇയാൾ ബഹളം വെച്ചു, ആശുപത്രിയിൽ എത്തിയപ്പോൾ ശാന്തനായിരുന്നു. ഈ ദൃശ്യങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നു ഇയാൾ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ശാന്തനായിരുന്നു. വളരെ ശാന്തനായി പോലീസ്
ആളുകളുടെ അല്ലെങ്കിൽ ഒരു സഹായിയുടെ കൂടെ അകത്തേക്ക് നടന്നു പോകുന്നു. അതിനുശേഷമാണ് ഇയാൾ ഈ വിട്രോവൽ സിൻഡ്രം പോലുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ആക്രമണകാരിയായി മാറുന്ന രീതിയിലേക്ക് തിരിഞ്ഞതും പിന്നീടാണ് ഈ ആളുകൾക്കെല്ലാം കുത്തി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു നിർണായക തെളിവാണ്. കാരണം ഈ സമയത്ത് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഇയാളുടെ ഭാവവും അതിനുശേഷം ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റവും, ഇത് രണ്ടും തന്നെ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും വേറൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇയാളുടെ ആൽക്കഹോളിക് ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള പരിശോധനകൾ ആശുപത്രിയിൽ നടത്തിയിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അധ്യക്ഷ ശരി ഡി ബിനോയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കൊലപാതകത്തിന് തൊട്ടുമുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിയെ അവിടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ, ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ, ചികിത്സയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ, അഥവാ ഒരുപക്ഷെ എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ അതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ്. ബന്ധുവുമായി പ്രതി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പോലീസുകാർ മാറി നിൽക്കുന്നുണ്ട്. പ്രതി ഒരുപക്ഷെ അതുവരെ സമാധാനത്തിലായിരിക്കാം, പിന്നീട് പെട്ടെന്ന് വയലൻ്റ് ആയതായിരിക്കാം. പക്ഷേ പ്രതിയുടെ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് ജാഗ്രത ഉറപ്പാക്കേണ്ടത് പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ചയാണ് എന്ന് പൊതുവിൽ കേരളത്തിൽ ഉയരുന്ന ആരോപണങ്ങൾ. ഈ ദൃശ്യങ്ങൾ അതുമായൊക്കെ എങ്ങനെ കൂട്ടി വായിക്കുന്നു എന്നുള്ളത് തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് കൂടിയാണ്. എന്തായിരുന്നാലും CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിയത്. ഇനി നമുക്ക്